Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് തിളച്ച വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സ്പ്രിംഗ് ഫോം പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഫി മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കസ്റ്റേർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടി പിസ്താഷ്യം കാഷ്യൂ നട്ടും നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റാവാനായി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമുക്ക് ഈ കസ്റ്റേർഡ് മിക്സ് ഉപയോഗിച്ചിട്ട് വേറെ രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്ത് കോഫി മിക്സിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കസ്റ്റേർഡ് മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് കാഷ്യൂ നട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്കി ലെയറും ചെയ്തെടുക്കാം.
ഇനി നമ്മൾക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പിസ്താഷിയവും ചോക്കോ ചിപ്സും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.